സൂറത്തു യാസീൻ മലയാളികളുടെ 99% കൽബിലുണ്ട്. ലോകത്ത് എവിടെങ്കിലും പോയി അന്വേഷിച്ചു നോക്കൂ, അങ്ങനെ എല്ലാവരും സൂറത്ത് യാസീൻ മനപ്പാഠമാക്കിയ നാട് കാണൂല. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ പിറകിലും മഹബ്ബത്തുർ റസൂൽ. സൂറത്ത് യാസീനിന്റെ അവസാനത്തെ വാചകം സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. എല്ലാറ്റിന്റെയും അടക്കം അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്കല്ലാതെ ഒരാളുടെയും തിരിച്ചു പോകില്ല എന്ന കറകളഞ്ഞ തൗഹീദ് പറയാൻ സൂറത്തു യാസീനിന്റെ തുടക്കത്തിൽ എന്താ പ്രയോഗിച്ചത് എന്നറിയോ? യാസീൻ, യാസീനായ നബിയേ, വൽ ഖുർആനിൽ ഹകീം. പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ. ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികളിലും ഉത്തമരായ, മനുഷ്യരിൽ ഉത്തമരായ, അമ്പിയാക്കളിൽ ഉത്തമരായ, മുർസലീങ്ങളിൽ ഉത്തമരായ, ഉലുൽ അസ്മിൽ ഉത്തമരായ നേതാവാണ് തങ്ങളെന്നതിൽ ഒരാൾക്കും സംശയം വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സൂറത്താണ് സൂറത്തു യാസീൻ. നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന ആളുകളുണ്ട്, വെള്ളിയാഴ്ച രാവിലെ ഓതുന്നവരുണ്ട്. അതൊക്കെ മഹബ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന്റെ അടയാളമാണ്. ബിദ്അത്തിന്റെ ആളുകൾക്ക് അത് മനഃപാഠമാക്കാനോ അത് പതിവായി പാരായണം ചെയ്യാനോ കഴിയാത്തത് ഖൽബിന്റെ ഉള്ളിൽ മഹബ്ബത്തില്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ പരമ്പരകളിലൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നിലനിർത്താൻ ഇതുപോലത്തെ മജ്‌ലിസുകൾ ഓരോ വീട്ടിലും കഴിവിന്റെ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുക. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോട്, സ്ഥാപനങ്ങളോട്, അതിന്റെ അധികാരോട് വലിയ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ്. എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഹമീദ് കാക്കയുടെ മഠത്തിലെ ഹമീദാക്കയുടെ സഹോദരിയാണ് അവരുടെ ഉമ്മ. അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ വലിയ സന്തോഷം അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഉപ്പയടക്കമുള്ള എല്ലാവരുടെ ഖബറിലേക്കും അല്ലാഹു സുബ്ഹാനഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത് വളരെ ബറകത്തുള്ള മജ്‌ലിസായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിലുപരിയായ ഓരോ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടുന്ന, പറയുന്ന നല്ല മജ്‌ലിസുകൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീകളും ആഖിരികളായി വന്ന മുതഅല്ലിമീങ്ങൾ, സാദാത്തുൽ ആലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറകത്തും നൽകുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാനും കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഹബീബിന്റെ കൂടെ സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും ഇതുപോലത്തെ മജ്‌ലിസുകൾ അല്ലാഹു സബബായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.